ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്ന് ഞാൻ പ്രോഗ്രാമിംഗ് റിലേറ്റഡ് കാര്യമാട്ടോ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാലോ, ഇപ്പോൾ കുറേ പരസ്യങ്ങൾ കാണാറുണ്ട്. പ്രോഗ്രാമിംഗ് കോഴ്സ് പഠിപ്പിക്കുന്നത് 60,000 രൂപ അല്ലെങ്കിൽ 1 lakh, അങ്ങനെ പല എമൗണ്ടിൽ കോഴ്സസ് പഠിപ്പിക്കുന്ന കുറേ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അല്ലെങ്കിൽ പല രീതിയിൽ പരസ്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് തന്നെ ഇപ്പോൾ കുറേ കരിയർ ഗ്യാപ്പ് വന്നവർ തന്നെ ഇപ്പോൾ റീസെൻ്റ്ലി ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ജോയിൻ ചെയ്തിട്ട് ഇങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വേക്കൻസീസ് എന്തെങ്കിലും അറിയാവുന്നതുണ്ടെങ്കിൽ പറയണേ എന്നൊക്കെ പറഞ്ഞിട്ട് റെഫറൊക്കെ ചെയ്യാനായിട്ട് എന്തെങ്കിലും പോസിബിലിറ്റീസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഫ്രണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു, അവൾ ഏത് കോഴ്സാണ് എടുത്തതെന്ന് ചോദിച്ചു. അപ്പോഴാണ് അവൾ പറഞ്ഞത്, അങ്ങനൊന്നുമില്ല, കുറേ കോഴ്സ് ഉണ്ടായിരുന്നു. അവരുടെ 3 മാസത്തെ കോഴ്സായിരുന്നു അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. അവിടെ പൈതൺ, ജാവ, C#, പിന്നെ UI, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്, അങ്ങനെ എല്ലാം കൂടെ ബേസിക് പോലെ 60,000 രൂപയ്ക്ക് 3 മാസം, 60 70 എന്തോ 3 മാസത്തെ കോഴ്സ്. എന്നിട്ട് എന്തെങ്കിലും അവർക്ക് കാര്യമായിട്ട് പഠിപ്പിക്കുന്നു അതുമില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, നീ എന്തിനാ ഇതെല്ലാത്തിനും കൂടെ പോയത്? ഏതെങ്കിലും ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്താൽ പോരായിരുന്നു. അപ്പോൾ അവൾക്ക് അതിനെപ്പറ്റി വലിയ ധാരണയില്ലായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. കുറച്ച് പേർക്കെങ്കിലും അങ്ങനെ ഒരു ഇൻഫർമേഷൻ ആവുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. നിങ്ങൾ ഒരു പ്രോഗ്രാമിങ്ങിന് ഒരു കോഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, പഠിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ, ഫസ്റ്റിലെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഒത്തിരി പഠിപ്പിക്കുന്നിടത്ത് പോകാതെ ഏതെങ്കിലും ഒരെണ്ണം കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇപ്പോൾ പൈത്തണോ ജാവയോ അങ്ങനെ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ചാൽ ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് അത് കോൺസെൻട്രേറ്റ് ചെയ്യുക, അത് പഠിക്കാൻ വേണ്ടി പോവുക. പിന്നെ നിങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് സെലക്ട് ചെയ്യുമ്പം അവർക്ക് പല രീതിയിൽ പരസ്യങ്ങൾ ചെയ്യാം. അവർക്ക് അല്ലെങ്കിൽ 30 അല്ലെങ്കിൽ 60 CTCയിൽ സാലറി തരുന്ന കമ്പനിയിൽ നിങ്ങളെ പ്ലേസ്ഡ് ആക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ജോലി കിട്ടിയാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ഇറങ്ങിയാൽ നിങ്ങൾക്ക് അടുത്ത വലിയ വലിയ കമ്പനീസിൽ അവർക്ക് ത്രൂ ഔട്ട് ലൈഫ് നിങ്ങൾക്ക് പ്ലേസ്മെൻറ്റ് തരും. അല്ലെങ്കിൽ അങ്ങനെ പല രീതിയിൽ, അല്ലെങ്കിൽ ഈ ഒരു പ്ലേസ്മെൻറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഭയങ്കര വാല്യൂഡ് ആയിട്ടുള്ളൊരു സർട്ടിഫിക്കറ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിലുള്ള പരസ്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം നിങ്ങൾ ആ പരസ്യത്തിലൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് പോകാതെ നിങ്ങൾ ഫസ്റ്റിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടെ പഠിച്ചിട്ടുള്ള, ഇപ്പോൾ നിങ്ങളൊരു ഇപ്പോൾ ഒരു ഫസ്റ്റിലെ നമ്മൾ ഏതാണ് ഞാൻ ഏത് കോഴ്സാണ് എടുക്കേണ്ടതെന്നുള്ളൊരു എണ്ണം ചൂസ് ചെയ്യുക, ഒരു കോഴ്സ് ചൂസ് ചെയ്യുക. അത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള, ഇപ്പോൾ ഏത് ലൊക്കാലിറ്റി അല്ലെങ്കിൽ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പോകേണ്ടതെന്നൊക്കെ നിങ്ങൾ കുറേ അന്വേഷിച്ച് വെക്കുമല്ലോ. അപ്പം അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളോട് ചോദിക്കുക, മുൻപേ അവിടെ പഠിച്ച കുട്ടികളോട് ചോദിക്കുക, എങ്ങനെയായിരുന്നു അവിടെ പഠിപ്പിക്കൽ എങ്ങനെയുണ്ട്, അവിടുത്തെ പ്ലേസ്മെൻ്റ് ഒക്കെ എങ്ങനെയുണ്ട്, അവർ ഈ പരസ്യത്തിൽ പറയുന്നതിൻ്റെ അത്രയൊക്കെ ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവരോട് ചോദിക്കുക. അപ്പം ഈ കമ്പനി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നതിനേക്കാൾ കൂടുതൽ വിശ്വസിക്കേണ്ടത് അവിടുത്തെ നേരത്തെ പഠിച്ചിട്ടുള്ള കുട്ടികൾ പറയുന്നതായിരിക്കണം. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഒക്കെ ജോലി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു കമ്പനിയിൽ ഇൻ്റർവ്യൂവിന് പോകുമ്പം അവർ നമ്മളുടെ ബേസിക് നോളജ് എത്ര ഉണ്ടെന്നൊക്കെയാണ് നോക്കുന്നത്. അതുപോലെ നമ്മളിപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ പോയാലും അവർ പഠിപ്പിക്കുന്നത് കൂടാതെ നമ്മളായിട്ട് കുറേ ഹാർഡ് വർക്ക് ചെയ്യുക. ഇപ്പോൾ യൂട്യൂബിലാണെന്നുണ്ടെങ്കിലും കുറേ നല്ല നല്ല യൂട്യൂബ് ചാനൽസ് ഉണ്ട്. ഇപ്പം ജാവയുടെ കേസാണെങ്കിൽ എനിക്ക് ടെലിസ്കോപ്പ് എന്ന് പറഞ്ഞൊരു ചാനൽ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കുറേ ചാനൽസ് ഉണ്ട്, ബേസിക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് പറഞ്ഞു തരുന്ന ചാനൽസ്. അപ്പോൾ അങ്ങനെ നോക്കി കുറേ ബേസിക്ക് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ട് അത് പഠിക്കുക. അതുപോലെ നമ്മൾ സ്വന്തമായിട്ട് കുറച്ച് ചെറിയ ചെറിയ പ്രോജക്ട്സ് ഒക്കെ ചെയ്ത് നോക്കുക. അപ്പം ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിപ്പിക്കുന്നത് മാത്രം നോക്കാതെ നമ്മളും കൂടെ കുറേ ഹാർഡ് വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഒരു ജോലി കിട്ടും. ഓക്കെ, അപ്പം നമ്മൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പരസ്യം അത് മാത്രം നോക്കി പോകാതെ നമ്മൾ പ്രോഗ്രാം ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് ചോദിക്കുക, ഇന്നെന്തൊക്കെയാണ് അവിടെ പറയുന്ന സിലബസ്. ഇത്രയും നമ്മൾ രൂപയും കൊടുത്ത് പോകുന്നതല്ലേ, 60,000 1 ലക്ഷം രൂപ കൊടുത്ത് പോകുമ്പോൾ, അപ്പോൾ അവിടുത്തെ സിലബസ് ഇന്നതൊക്കെയാണ്, ഇതൊക്കെ നോക്കിയാൽ എങ്ങനെ ഉണ്ടാവും എന്ന് നമ്മൾ ആരുടെയെങ്കിലുമൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യുക. അവിടുത്തെ നേരത്തെ പഠിച്ചിറങ്ങിയ കുട്ടികളോട് സംസാരിക്കുക. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുക. ഞാൻ 2015 ഈ ജാവ കോഴ്സ് ചെയ്യുന്നത്. അത് ആ സമയത്തെന്ന് പറഞ്ഞാൽ ഞാൻ MTech കഴിഞ്ഞിട്ട്, അപ്പോൾ ഞാൻ MTech ഇലക്ട്രോണിക്സിലായിരുന്നു. അപ്പോൾ ഇലക്ട്രോണിക്സിൽ പഠിപ്പിക്കൽ അങ്ങനത്തെ ഒരു ചിന്താഗതിയായിരുന്നു. പക്ഷേ അന്നേരം വേക്കൻസി ഒന്നും അധികം ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ എന്നാൽ IT ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം എന്തെങ്കിലും കോഴ്സ് പഠിക്കണമല്ലോ. അപ്പം വീട്ടിൽ നല്ല പ്രഷറാണ്, കാരണം കല്യാണപ്രായമായി, ജോലി ആയിട്ടില്ല. ആ സമയം MTech പഠിച്ചിട്ടും ജോലി ആയിട്ടില്ല, പിന്നെയും പഠിക്കാൻ പോകണമെന്ന് പറയുന്നു. പക്ഷേ വീട്ടുകാർ വീണ്ടും പഠിക്കാനുള്ള പൈസയും തന്നെ എന്നെ വിട്ടു. അപ്പം ഇൻസ്റ്റിറ്റ്യൂട്ട് നോക്കേണ്ടത് എൻ്റെ റെസ്പോൺസിബിലിറ്റി ആണല്ലോ. അപ്പോൾ ഞാനും ഇതുപോലെയായിരുന്നു. 1 മന്ത് കോഴ്സ് ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് ആ ക്രാഷ് കോഴ്സ് കൊള്ളാമല്ലോ, നമുക്ക് ജസ്റ്റ് ബേസിക്കൊക്കെ ഒന്ന് പഠിച്ചിട്ട് പെട്ടെന്ന് എൻ്റെ ജോലിക്ക് നോക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ പ്രോഗ്രാമിംഗ് റിലേറ്റഡ് ഫ്രണ്ട്സ്
എൻ്റെ ഹസ്ബൻഡ്, അന്ന് ഹസ്ബൻഡായിട്ടില്ല, ചാച്ചനൊക്കെ പറഞ്ഞു 1 മന്ത് കോഴ്സിനൊന്നും പോകണ്ട എന്ന് പറഞ്ഞു. കാരണം എനിക്ക് ഈ പ്രോഗ്രാമിങ്ങിൽ അത്രയും ബേസിക് ഇല്ല. അപ്പം കുറച്ചുകൂടെ 1 മന്ത് കോഴ്സിന് പോകണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ആ 1 മന്ത് കോഴ്സിന് പോകാതിരുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറേ അന്വേഷിച്ചപ്പോൾ 1 ഇയർ കോഴ്സ് വരെ ഉണ്ട്. അപ്പോൾ അതും വേണ്ടാന്ന് വെച്ചു. അങ്ങനെയാണ് ഒരു 4 or 5 ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എനിക്ക് എത്ര മാസത്തെ ആയിരുന്നു ഓർമ്മയില്ല. എറണാകുളത്തൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ വരുന്നത്. നല്ലതായിരുന്നു. അവിടുത്തെ നമുക്ക് ബേസിക് ഒക്കെ നന്നായിട്ട് പറഞ്ഞു തന്നു. കുഴപ്പമില്ലാതെ പറഞ്ഞു തന്നു. അവിടുന്ന് തന്നെയാണ് പ്ലേസ്മെൻ്റ് ആയത്. അങ്ങനെ കോഴ്സ് ചെയ്യാൻ പോയ സമയത്താണെന്നുണ്ടെങ്കിലും അവിടെ അപ്പോൾ അവർ പഠിപ്പിക്കും, ബേസിക് ഒക്കെ പഠിപ്പിക്കും. ആ സമയത്ത് തന്നെ പാരലലി ഞാൻ യൂട്യൂബിലും ഒക്കെ നോക്കി കുറേ ബേസിക്സ് അല്ലാതെ സ്വന്തമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യും. അതുപോലെ ചെറിയ രീതിയിൽ പ്രൊജക്റ്റ് ഒക്കെ ചെയ്ത് നോക്കും. അപ്പോൾ അതിനൊക്കെ എല്ലാം പറഞ്ഞു തന്നത് ചാച്ചനായിരുന്നു, ഹസ്ബൻഡായിരുന്നു. അങ്ങനെ കുറേ ഗൈഡൊക്കെ ചെയ്യുമായിരുന്നു. അത് പക്ഷേ ഭയങ്കര യൂസ്ഫുൾ ആയി. ഇപ്പം എൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂവിനാണെന്നുണ്ടെങ്കിലും അവിടുത്തെ ലെവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ ഒരു MCQ ആയിരുന്നു. MCQ ലെവൽ പാസ്സായി കഴിഞ്ഞാൽ പിന്നെ മെഷീൻ ടെസ്റ്റ് ആയിരുന്നു. അപ്പോൾ അവർ നമ്മളത് ചെയ്ത് കാണിച്ചു കൊടുക്കണം. അപ്പോൾ അവർ എന്തോ ഒരു ഓർക്കുന്ന ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ എന്തോ പോലത്തെ ആയിരുന്നു. എന്തോ നമ്മൾ പ്രൊഡക്ട്സ് ആഡ് ചെയ്യുക, റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുക, അങ്ങനെ എന്തോ ഒരു പ്രൊജക്റ്റ് ആയിരുന്നു. അങ്ങനെ അതായിരുന്നു എൻ്റെ ഫസ്റ്റ് കമ്പനി. നമ്മൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് എല്ലാം പഠിക്കുന്നതല്ല, നമ്മൾ പിന്നെ ജോലി ആയി കഴിയുമ്പോഴാണ് നമ്മൾ എല്ലാം പഠിച്ച് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് സെലക്ട് ചെയ്യുമ്പോൾ നല്ലതാണോ നോക്കുക. നമ്മൾ ഏതെങ്കിലും ഒരു പ്രോഗ്രാം ചൂസ് ചെയ്തിട്ട് അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പോവുക. അതുപോലെ അല്ലെങ്കിൽ കുറേ ഇപ്പം എൻ്റെ ഫ്രണ്ടിന് പറ്റിയ പോലെ ഇപ്പം ഏതിലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അറിയത്തില്ല. ഇപ്പോൾ ഒരു ഏതിൻ്റെ ഇൻ്റർവ്യൂവിന് പോകും അല്ലേ. അപ്പോൾ നമ്മളൊരു പ്രോഗ്രാം ചൂസ് ചെയ്യുക. പിന്നെ അവിടുത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സെലക്ട് ചെയ്യുമ്പം അവരുടെ പരസ്യം നോക്കിക്കൊണ്ടിരിക്കാതെ, അല്ലെങ്കിൽ അവർ സർട്ടിഫിക്കറ്റിന് ഇത്ര വാല്യൂ ഉണ്ടെന്നൊന്നും പറയുന്നത് നോക്കാതെ അവിടുത്തെ പഠിപ്പിക്കൽ എങ്ങനെ ഉണ്ടെന്ന് നോക്കുക. അവിടുത്തെ നേരത്തെ പഠിച്ച കുട്ടികളോടൊക്കെ ചോദിക്കുക പ്ലേസ്മെൻ്റ് ഒക്കെ എങ്ങനെ ഉണ്ട്. അധികം പ്ലേസ്മെൻറ്റ് തന്നില്ലെങ്കിൽ പോലും കുറേ ബേസിക് നന്നായിട്ട് പഠിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കിതുപോലെ കുറേ ട്രൈ ചെയ്തിട്ട് ജോലി കിട്ടാവുന്നതേ ഉള്ളൂ. കുറേ നമ്മൾ ഒരെണ്ണം കിട്ടിയില്ല 2 കിട്ടിയില്ല എന്ന് പറഞ്ഞിരിക്കാതെ കുറേ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ എവിടെ ആയാലും എന്തെങ്കിലും കിട്ടും. പിന്നെ സ്റ്റാർട്ടിങ് സാലറി, ഫസ്റ്റ് കമ്പനിയിൽ സ്റ്റാർട്ടിങ് സാലറി ഒന്നും നോക്കണ്ട. ജസ്റ്റ് നമ്മൾ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് കയറുക. അവിടുന്ന് എന്തായാലും നിങ്ങൾക്ക് കയറി പോകാൻ പറ്റും. നല്ല സാലറിയിൽ നമുക്ക് കയറി പോകാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഇത് ജസ്റ്റ് എനിക്കൊന്ന് പറയണം തോന്നി. അപ്പോൾ അവളിങ്ങനെ പറഞ്ഞപ്പം, അതുപോലെ തന്നെ എൻ്റെ വേറൊരു ഫ്രണ്ടും അവിടെ മെൻറ്റർ ഇല്ല, ജസ്റ്റ് എന്താ പറയുക, നമ്മൾ തന്നെ പഠിക്കുക എന്ന് പറഞ്ഞു. ചിലവർക്ക് പറ്റുമായിരിക്കും, കാരണം പ്രോഗ്രാമിങ് നല്ല ലെവലിൽ ഐഡിയ ഉള്ളവർക്ക് പറ്റുമായിരിക്കും. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ സ്വന്തമായിട്ട് ചെറിയ രീതിയിൽ പ്രൊജക്റ്റ് ചെയ്ത് നോക്കുമായിരുന്നു. അല്ലെങ്കിൽ അങ്ങനെ അവർ പഠിപ്പിക്കുന്നതല്ലാതെ അതിനപ്പുറമായിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് വരുന്ന ഡൗട്ടൊക്കെ ഞാൻ അവിടുത്തെ എന്നെ പഠിപ്പിച്ചവരോടാണ് ചോദിച്ചത്. അവരത് കറക്റ്റായിട്ട് നമുക്കത് അവരും കൂടെ ഗൈഡ് ചെയ്തുകൊണ്ടാണ് നമുക്കതൊക്കെ മനസ്സിലായി പോയത്. അപ്പം നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെല്ലിട്ട് നമ്മൾ സ്വന്തമായിട്ട് പഠിക്കുമ്പം എനിക്ക് തോന്നുന്നില്ല അത് എത്രത്തോളം എഫക്റ്റീവ് ആണെന്നൊന്നും. ചിലവർക്ക് കുഴപ്പമില്ലായിരിക്കും, അറിയത്തില്ല. എന്തായാലും നിങ്ങൾ അതെല്ലാം അന്വേഷിച്ച് എല്ലാവരോടും കുറേ അഭിപ്രായങ്ങളൊക്കെ അന്വേഷിച്ചതിന് മാത്രം പോയി ഈ 1 ലക്ഷം രൂപയൊക്കെ കൊണ്ട് കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ, അതൊന്ന് പറയണമെന്ന് തോന്നി.